റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗങ്ങളായിട്ട്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്ന ബാംബൂ വർക്ക്സ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ബുദ്ധ പെയിൻറ്റിങ്ങിൻ്റെ ലോട്ടസും ബുദ്ധൻ്റെയും അതുവരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ബാംബൂ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടിയാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ബാംബൂ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മുളേൻ്റെ ആ ഒരു ഭാഗം കാട് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് സാപ്പ് ഗ്രീനും അതിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്കും മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറിനൊന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് മറ്റേ ഓൾമോസ്റ്റ് ഭയങ്കര ഡാർക്ക് ഒരു കളറാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അതല്ല നമുക്ക് കുറച്ചും കൂടി ആ സാപ്പ് ഗ്രീനിൻ്റെ ആ ഒരു കളർ കാണണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈറ്റും അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലിവിടെയൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഷേപ്പില്ലേ അത് ജസ്റ്റ് എന്താ പറയുക കുറച്ച് ചെരിഞ്ഞിട്ടും കുറച്ച് സ്ട്രെയിറ്റും അങ്ങനെ റാൻഡമായിട്ട് കൊടുത്താൽ മതി. ഇന്നെ സ്പെസിഫിക് ആയിട്ടൊന്നും കൊടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് റാൻഡമായിട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും ബാക്കിൽ ഡാർക്കായിട്ട് നമ്മൾ ലോട്ടസിൻ്റെ ആ ഏരിയ ഒക്കെ ചെയ്തതുപോലെ തന്നെ ഡീപ്പായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഏറ്റവും ബാക്കിലോട്ട് ഡാർക്കും മിഡിലിൽ കുറച്ച് ലൈറ്റും ഫ്രണ്ടിൽ കുറച്ചും കൂടി ലൈറ്റായിട്ടാണ് നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് വരച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓൾമോസ്റ്റ് എവിടേക്കാണ് എന്തൊക്കെയാണ് വരേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു റഫ് ഐഡിയ ഉണ്ടാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചത് നോക്കി ചെയ്യാൻ കൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് സ്ട്രേറ്റ് നിങ്ങൾക്ക് വേണ്ട മുളകളെ സ്ട്രേറ്റ് വരച്ച് വരാവുന്നതേ ഉള്ളൂ. ആ ഒരു നായ്ക്കുട്ടീൻ്റെ സൗണ്ട് കേൾക്കുന്ന മാമൻ്റെ വീട്ടിൽ നിന്നാട്ടോ അവർ പുതിയ നായ്ക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട് അവർക്ക് ലാബ്. അപ്പോൾ അതാണ് ഈ കുറച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ സൗണ്ട്. ഞാൻ വെച്ചൊന്ന് റെക്കോർഡ് ചെയ്യണോ വേണ്ടിയെന്ന് ആലോചിച്ചിരുന്നു. പക്ഷേ ഇനിയും എനിക്ക് വയ്യ നിങ്ങളെങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഇടാമെന്ന്. അപ്പോൾ അതാണ് കേട്ടോ ആ ബാക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നോയ്സ്. അപ്പം മുളേൻ്റെത് ഓരോന്നിനും ഓരോ കളറാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ട്രാക്ക് ചെയ്തതിന് ശേഷം ബാക്കി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഞാൻ ട്രാക്ക് ചെയ്യുമ്പോഴേ ഇതിൻ്റെ കളേഴ്സ് ഓരോന്നും ലൈറ്റും ഡാർക്കായിട്ട് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം. അതേപോലെ ഡീപ്പായിട്ടുള്ള സ്ഥലത്തേക്ക് ഡാർക്കുമാണ് ഇപ്പം അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ അപ്ലൈ ചെയ്ത് ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഷേപ്പിൽ എവിടേക്കാണ് എന്തൊക്കെയാണ് ഏതിനൊക്കെ ലൈറ്റ് കൊടുത്ത് ഏതിനൊക്കെ ഡാർക്ക് കൊടുത്താലാണ് എടുത്ത് നിൽക്കുക എന്ന് ട്രൈ ചെയ്ത് ആക്കി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതാണ് ഏകദേശമായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ. ഇത് കഴിഞ്ഞിട്ട് ഇനി ഓരോന്നിനെയും കുറച്ചും കൂടി ഡീറ്റെയിൽ കൊടുത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഡിഫൈൻ ചെയ്യാണ്. ഇപ്പോൾ ഇത് റഫായിട്ടുള്ളൊരു സംഭവമല്ലേ ആയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കറക്റ്റ് ഔട്ട്ലൈനൊക്കെ വേണ്ടേ നമുക്കൊരു മുളേൻ്റെ കറക്റ്റ് ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഔട്ട്ലൈൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് കളർ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ അതായത് മെയിനായിട്ട് നിൽക്കുന്നതിന് കുറച്ച് ലൈറ്റും ഡാർക്കായിട്ട് വരുന്നത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ ബാക്കിലേക്കുള്ള എന്നുള്ള പോലെ. അപ്പോൾ അങ്ങനെ ഡാർക്കായിട്ട് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ ബാംബൂൻ്റെ അതും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്യുന്ന എങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ. നമ്മൾ ഓൾറെഡി ഒരു ലെയർ ചെയ്ത് ഡ്രൈ ആയതിനെ കൊണ്ട് അത് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ള ഏകദേശം ആ ഒരു കളറ് വീണ്ടും മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുക ലൈറ്റായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രീൻ്റെ കൂടെ വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് തന്നെ അതിൽ കുറച്ച് ലൈറ്റായിട്ട് അടുത്തേക്കുള്ളതും പുറത്തേക്ക് കുറച്ച് കൂടുതൽ ലൈറ്റ് ഗ്രീൻ ഉള്ള പോലെയാണ് കളർ എടുത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ബാംബൂൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതിന് മാച്ച് ആയിട്ടുള്ള ഒരു കളർ മിക്സ് ചെയ്യണം. എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബ്ലെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 2 ലെയർ 2 അടുത്തടുത്തുള്ള കളർ വെറ്റാണെങ്കിലേ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കുറച്ച് ബാംബൂൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബാംബൂ അതിൻ്റെ മുകളിൽ വരുന്ന പോലെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് കളർ എടുത്തിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന കളറും നമ്മൾ യൂസ് ചെയ്യുന്ന കളറും മാച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അത് കുറച്ചും കൂടി എന്താ പറയുക അതായിട്ട് തോന്നുന്നത്. അപ്പം ഇങ്ങനെ മാത്രം വെക്കുകയാണെങ്കിൽ എന്തായാലും ആയിരിക്കില്ല. ബാംബൂ എന്തായാലും ആ ബാക്ക്ഗ്രൗണ്ട് മുകളിൽ വന്നെങ്കിൽ അതൊരു മാച്ചായിട്ട് വരുള്ളൂ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച്
ബാംബൂൻ്റെത് അതിൻ്റെ മുകളിലേക്ക് വരുന്ന പോലെയും കൂടി നമ്മൾ വരയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇതിപ്പോൾ ഒരു വിയേർഡ്നെസ് ഇല്ലേ, അപ്പോൾ ആ വിയേർഡ്നെസ് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഇതിൻ്റെ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട്, കാരണം ബാക്ക്ഗ്രൗണ്ട് ഇതിനായിട്ട് ബ്ലെൻഡായി നിൽക്കാൻ വേണ്ടിയിട്ട്, ഒരു മാച്ചായി നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ബാംബുവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ആ ബുദ്ധൻ്റെ ബാക്കിൽ നിന്ന് നല്ലൊരു വെളിച്ചം വരുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ വെളിച്ചത്തിനൊക്കെ അടുത്തുള്ള ബാംബുവിൻ്റെ കളറുകൾ കുറച്ചും കൂടി ലൈറ്റ് ആയിരിക്കും. സോ ലൈറ്റ് വീണിട്ട് അത് ഓൾമോസ്റ്റ് കാണാത്ത പോലെ ആയിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി അതിന് അടുത്തടുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് കുറച്ച് ലൈറ്റ് കളർ ചൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേസമയം ബാക്കോട്ടുള്ള ബാമ്പു വേണ്ട, കുറച്ച് നല്ല ഡാർക്കായിട്ടും ഡീപ്പായിട്ടാണ് അതിൻ്റെ കളേഴ്സ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈറ്റ് നമ്മളത് ഇപ്പം ഒരു സൈഡിൽ നിന്ന് അതിനെ കൊണ്ട് ആ സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്നതിനെ കൊണ്ട് നിങ്ങൾ ആ ഹൈലൈറ്റ് ബാമ്പുവിൻ്റെ മുകളിൽ വരുന്ന ഹൈലൈറ്റും അതുപോലെ തന്നെ കൊടുക്കുക. കുറച്ച് സ്ഥലത്ത് വൈറ്റ് കൊണ്ടാണ് ഹൈലൈറ്റ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹൈലൈറ്റ് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ബാമ്പുവിനെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ കുറച്ച് വര പോലെ കാണാം, ഒരു ഇത്ര ലെങ്ത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ ആ വരകൾ ജസ്റ്റ് ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന അതിൻ്റെ മുകളിൽ ബ്ലാക്കോ നിങ്ങൾക്ക് സാബ് ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് അത് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ് കളർ അല്ലെങ്കിൽ വൈറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലും ചെയ്യാം. റൈറ്റ് സൈഡിൽ നമ്മൾ ചെയ്തില്ല, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ചെയ്യാം. ചെയ്യുമ്പം കുറച്ചും കൂടി ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ബ്ലെൻഡ് ആകുന്ന ഇപ്പോൾ കണ്ടില്ല, താഴെ കുറച്ചും കൂടി വരുന്നുണ്ട്. പക്ഷേ ലൈറ്റ് വീണിട്ട് അതിനെ കാണാത്ത പോലെ ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് വരുന്ന പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കിയൊക്കെ ലൈറ്റായിട്ട് കൊടുക്കും. ഇത് കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിൽ കുറച്ച് ഇതിൻ്റെ ലീഫ് പോലെ ഉണ്ടെന്ന് തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്കും സാഗുരീനും മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ആയ ഒരു കളർ വെച്ചിട്ട് ജസ്റ്റ് ബ്രഷ് കൊണ്ട് നമ്മൾ സ്ക്രിബിൾ ചെയ്യില്ല അതുപോലെ ആക്കി കൊടുത്താൽ മതി. കറക്റ്റ് ലീഫ് പോലെ ഒന്നും ആക്കണമെന്നില്ല, ജസ്റ്റ് ഏറ്റവും ബാക്കിൽ ഒരു ലീഫ് പോലെ തോന്നിയാൽ മതി. അങ്ങനെ തോന്നുന്ന പോലെ ജസ്റ്റ് റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ ബ്രാഞ്ചസ് ഈ ഇല്ലി പോലെ വരയ്ക്കുകയാണ്. അത് വൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ സ്കെച്ച് ചെയ്യുന്നത്. കാരണം ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നല്ല ഡാർക്ക് അല്ലേ, അപ്പോൾ അതിൻ്റെ മുകളിൽ വൈറ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് എന്താ പറയുക തിന്നായിട്ടുള്ള കുറച്ച് സ്ട്രോക്സ് കൊടുക്കുക. ഈ സെയിം ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് നമ്മൾ ത്രൂ ഔട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു റൗണ്ട് ബ്രഷ്, മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സൈസ് 6 റൗണ്ട് ബ്രഷാണ്. പിന്നെ ചില മൈന്യൂട്ട് ഡീറ്റെയിൽസും ഈ കണ്ണും മൂക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 00 ഡീറ്റെയിൽ ബ്രഷും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് കഴിഞ്ഞ് ലൈറ്റ് ഗ്രീനിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാണ്. നമ്മൾ 1 സ്ട്രോക്ക് ചെയ്യുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ബ്രഷിൽ നല്ലപോലെ പെയിൻറ്റ് ലോഡ് ചെയ്യുക, അതിൻ്റെ ടിപ്പ് വെക്കുക, എന്നിട്ട് കുറച്ചൊന്ന് പ്രഷർ കൊടുത്തിട്ട് താഴോട്ടാക്കിയിട്ട് ജസ്റ്റ് പുൾ ഔട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് കംപ്ലീറ്റ് ലീഫ് ചെയ്തിരിക്കുന്നത്. ഇത് അതിൻ്റെ ജസ്റ്റ് ഒരു ഡെമോ സ്ലോ ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ട കളർ ചൂസ് ചെയ്തിട്ട്, അതായത് ലൈറ്റ് ഗ്രീൻ ആണ് ഇത്. ലൈറ്റ് ഗ്രീനോട് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് അത് എടുത്തിട്ട് ബ്രഷിൽ നല്ലപോലെ പെയിൻറ്റ് ലോഡ് ചെയ്യുക. എന്നിട്ട് ടിപ്പ് വെച്ചിട്ട് വരച്ച് തുടങ്ങിയിട്ട് കുറച്ച് പ്രഷർ കൊടുത്ത് പേപ്പറിനോട് അടുപ്പിക്കുക. എന്ന് വെച്ചാൽ കുറച്ചും കൂടി അധികം പ്രഷർ കൊടുത്തിട്ട് അപ്പോൾ ആ വലുതാവുമല്ലോ. എന്നിട്ട് ജസ്റ്റ് പുൾ ഔട്ട് ചെയ്യുക കേട്ടോ.
അപ്പോൾ അങ്ങനെ ഫുൾ ലീഫ് വരച്ച് കഴിഞ്ഞു. ലീഫ് വരച്ച് ലീഫിന് കുറച്ചും കൂടി ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഡീറ്റെയിൽ ബ്രഷ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൈസ് 00 ഡീറ്റെയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് 3 ലൈന് വൈറ്റ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. അത് അതിൻ്റെ മുകളിൽ വെയിൻസ് പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് 3 ലൈന് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ ഫുള്ള് വരച്ചു കൊടുക്കുക ത്രൂ ഔട്ട്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് തീർന്നു. ഇനി കുറച്ച് ഒരു ഫൈനൽ ഡീറ്റെയിലിംഗ് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ എന്തെങ്കിലും ഒരേപോലെ ചെയ്യേണ്ടത് എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ലീഫിനൊക്കെ മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ വേറെ കാര്യം കാണിച്ചിട്ട് അവൻ്റെ പാലറ്റിൻ്റെ കോലം കണ്ടു. എനിക്കൊന്നും ഇതിലില്ലാത്ത കളേഴ്സ് ഇല്ല, എല്ലാ കളേഴ്സും മെജോറിറ്റി കളേഴ്സും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്കറിയില്ല എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ കളർ മിക്സിങ് പറഞ്ഞു തരണ്ടേ എന്നുള്ളത്. ഒരുവിധമൊക്കെ ഞാൻ യൂസ് ചെയ്ത കളേഴ്സിനെ പറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാടധികം കളേഴ്സും അതിൻ്റെ ഷെയ്ഡും വാല്യൂസും മാറ്റി മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഇതിനകത്ത് ഒരുപാടധികം കളേഴ്സ് ഉണ്ട്. ഇതെങ്ങനെ പറഞ്ഞു തരുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ ശരിക്കും. ഓക്കെ, ഇനി വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ക്യാൻവാസ് പാഡിലാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻവാസ് പാഡിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഓൾറെഡി ഇങ്ങനെ കട്ട് ചെയ്യാനുള്ളൊരു ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്ക് ഇതാക്കി എന്താ പറയുക ക്ലിയർ കീറിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊരു നമ്മൾ ആ ക്യാൻവാസ് പാഡിൻ്റെ ഒരു ബോണസ് പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ദിവസമായി ഞാൻ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഇതൊരു 5th വീഡിയോ ഓർ 4th വീഡിയോ ആണ് ഇതിൻ്റെ തന്നെ. ആദ്യത്തേത് നമ്മൾ ക്യാൻവാസ് പാഡിനെ പറ്റി പറഞ്ഞു, അതിന് ഈ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. പിന്നെ ബുദ്ധനെ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ലോട്ടസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ബാംബു ചെയ്തു. ഓക്കെ, 4 വീഡിയോസ് ഞാൻ ഇതന്നെ റിലേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസം ഒരേ കണ്ടൻറ്റ്സ് ആയിരുന്നു ഇപ്പം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു വെറൈറ്റി കണ്ടൻറ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.